ഹായ് ഫ്രണ്ട്സ്, ജഡക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ PVC പൈപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ലൊരു ഫാൻസി ലൈറ്റ് എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോയുടെ തൊട്ട് കിടക്കുന്ന ആ സബ്സ്ക്രൈബ് ഞെക്കി പൊട്ടിച്ചേക്ക് തൊട്ടിപ്പുറ കാണുന്ന ബെല്ലൈക്കഡ് കൂടെ എനേബിൾ ചെയ്ത് ഞാനിത് ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് നമുക്കിതിനായിട്ട് ഒരു PVCയുടെ പൈപ്പ് ആവശ്യമുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പൈപ്പ് 2-2.5 ഇഞ്ചെങ്കിലും ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഉറപ്പായിട്ട് ഒരു 4 ഇഞ്ചെങ്കിലും ഉള്ള പൈപ്പ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 20 നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 25 എടുക്കുക. എന്നൊരു വലിപ്പം കൂടുന്നതനുസരിച്ച് നീളം കൂട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ പതിപ്പിക്കാനുള്ള ആ ഡിസൈൻ അത് നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് നേരിട്ട് PVCയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പേപ്പറിൽ ആദ്യം ഇത് വരച്ചെടുക്കാം. അപ്പോൾ ആ പേപ്പർ എന്തോരളവ് എന്ന് പറഞ്ഞാൽ പേപ്പർ കൃത്യം ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം ചെയ്തെടുക്കാൻ പറ്റും. ചുമ്മാ വേസ്റ്റായിട്ട് പുറത്തോട്ട് വെക്കുക. അപ്പം കൃത്യമായിട്ട് നമ്മൾ ആ പേപ്പർ ആദ്യം ഒന്ന് മുറിച്ചെടുക്കുക ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ പേപ്പർ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിസൈൻ വരയ്ക്കുക എന്ന പരിപാടിയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ കളം പോലെയാണ് നമ്മുടെ ഈ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഒരറ്റത്തു നിന്ന് വേറെ മേളത്തെ അറ്റത്തേക്ക് കളം പോലെയാണ് നമ്മൾ ഡിസൈൻ അടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുവാണെങ്കിൽ അതുപോലെ ചെയ്യുക നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡോട്ട് ഇടുന്നുണ്ട്. ആ ഡോട്ട് ഇടുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഹോൾ ഇടാൻ പോകുന്നത്. അപ്പം അടുത്തായിട്ട് നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കമ്പി പഴിപ്പിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഹോൾഡാം, അല്ലെങ്കിൽ ഡ്രില്ലർ ഉപയോഗിച്ച് ഹോളിടാം, അല്ലെങ്കിൽ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് ഹോളിടാവുന്നതാണ്. നമുക്കിപ്പോൾ സോൾഡറിങ് മെഷീനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് കൃത്യം ടൈറ്റിലൊന്ന് ഒട്ടിച്ച് വെക്കേണ്ടതുണ്ട്. കൃത്യ അളവിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ച് വെക്കണം. എന്നാലേ നല്ല സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നല്ലോണം ഒട്ടിച്ചിട്ടുണ്ട്, ടേപ്പ് ഉപയോഗിച്ച്. അപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഈ കാണിച്ചാക്കുന്ന ഡോട്ടിൻ്റെ അവിടെയൊക്കെ ഹോൾ ഇടണം. നമ്മളപ്പോൾ ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കരിഞ്ഞ പോലത്തെ ഒരു ഇതാണ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സാൻഡ് പേപ്പർ അല്ലെങ്കിൽ എമരി പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തൂക്കേണ്ടതുണ്ട്. ആ കരി പോലെ ഇരിക്കുന്ന ഭാഗം നമുക്ക് ഉരച്ച് കളയേണ്ടതുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ബോർഡർ പോലെ എന്ന് പറഞ്ഞാൽ ആ ഹോളിൻ്റെ പുറത്തൊരു ബോർഡർ പോലെയാണ് ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് വന്നേക്കണം. അപ്പോൾ നമുക്ക് അതിൽ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഹോളൊന്ന് ക്ലിയർ ആക്കിയ ശേഷം, വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ അകത്ത് നല്ലോണം പെയിൻറ്റ് ചെയ്യുക എന്ന പരിപാടിയാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ആ പേപ്പറൊക്കെ പറ്റി പിടിച്ചിരുന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഹോൾഡർ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ PVCയുടെ കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒന്ന് നിവർത്തിയെടുക്കേണ്ട പരിപാടിയാണ്. ഇത് നിവർത്തിയെടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് വല്ല പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കൈക്ക് പിടിച്ചൊന്ന് നിവർത്തുക, അല്ലെങ്കിൽ ഇതുപോലെ സ്കെയിലോ എന്തെങ്കിലും വെച്ച്, ചൂടാണെങ്കിൽ സ്കെയിലും ചീത്തയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിനുസമായിട്ട് എന്ന് പറഞ്ഞാൽ വടിയായിട്ടിരിക്കുന്ന പ്രതലം ഉപയോഗിച്ച് ഒന്ന് ശരിയാക്കിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലം വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ലൈറ്റർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ആ ഭാഗം ഒന്ന് വളച്ചെടുക്കുന്ന പരിപാടിയാണ്. ഒരു സൈഡ് നമ്മൾ വളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ വളയ്ക്കണം. അപ്പോൾ മറ്റേ സൈഡ് വളയ്ക്കുന്നതിന് മുമ്പ് അതിനനുസരിച്ചുള്ള അളവാണോ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കൃത്യ അളവ് നമുക്ക് അതിൽ നിന്ന് വച്ചിട്ട് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കി എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ബ്ലാക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിലൊരു ഹോൾ ഇടേണ്ടതുണ്ട് 2 സൈഡിലും. എന്ന് പറഞ്ഞാൽ മേളിൽ നമുക്ക് ആ വയറ് ഇടേണ്ട ഭാഗവും പിന്നെ 2 സൈഡിലും നമുക്ക് സ്ക്രൂ ചെയ്ത് നിർത്തേണ്ട ഭാഗമുണ്ട്. അപ്പം 2 സൈഡിൽ ചെറിയ ഹോളും ഇവിടെ ഒരു ഇച്ചിരി വലിയ ഹോളുമാണ് ഇട്ടേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വയറ് ഇടണമെങ്കിൽ ഇച്ചിരി വലിയ ഹോൾ വേണം. നമുക്ക് പെയിൻറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് അത് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കുഴപ്പമില്ല, കൃത്യമായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ മേളത്തെ ഹോളിൽ കൂടെ നമുക്ക് വയറിട്ട ശേഷം ഹോൾഡർ പിടിപ്പിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ വയറിട്ടിട്ട് അതിൻ്റെ ഹോൾഡർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഹോൾഡറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം അതിനുശേഷം ഇത് താഴത്തേക്ക് ഊരിപ്പോയിരിക്കാൻ മേളിലൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കെട്ടിട്ടിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മേളിലേക്ക് പോകാതെ ഒരു തടസ്സത്തിന് വേണ്ടിയിട്ടാണ് ആ കെട്ടിട്ടേക്കണം. ഇനി ആ ഹോൾഡർ വഴി അത് മേളിലേക്ക് വയർ എടുത്ത ശേഷം ഹോൾഡർ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഹോൾഡറിലേക്ക് ബൾബ് ഇടാം. അപ്പോൾ നമ്മളിവിടെ 0 ബൾബാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് സ്ക്രൂ ചെയ്യുക എന്ന പരിപാടിയാണ്. സ്ക്രൂ ചെയ്തൊന്ന് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ 2 സൈഡിലും ചെറിയ ഹോൾ വീതം ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ 2 ഭാഗത്തും നമുക്ക് സ്ക്രൂ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ പ്രകാശം എല്ലാത്തേക്കും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിലിം വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് PVC ഷീറ്റ് കിട്ടിയില്ല. അതിന് വരെ നമ്മളിവിടെ A4 സൈസ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ PVC കൊണ്ടുള്ള ഫാൻസി ലൈറ്റ് സംഭവമൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ലൈറ്റ് തന്നെ ഉണ്ട്. അടിയിലോട്ട് നമ്മൾ 0 ബൾബാണ് ഇട്ടേക്കണേ. ഒന്നുകൊണ്ടൊന്ന് അടുപ്പിച്ചെന്ന് കാണിച്ചു. വേണ്ട, 0 ബൾബാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സ്വിച്ച് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് ആക്കും ഓണാക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫാൻസി ലൈറ്റിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഷീറ്റ് നമ്മളിപ്പോൾ സാധാരണ PVC ഷീറ്റ് വയ്ക്കണം, നല്ലോണം തിളങ്ങിട്ട് തന്നെ നിൽക്കും. ഇപ്പം നമ്മൾ PVC ഷീറ്റ് അല്ല വെച്ചേക്കണേ, ചെറിയൊരു A4 സൈസ് പേപ്പർ ചുരുട്ടിയിട്ടാണ് വെച്ചേക്കണത്. നമുക്ക് ഇത് ഉള്ളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല സൂപ്പർ വീഡിയോയുമായി ഇനിയും വരാം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുടെ ഇപ്പം തന്നെ വീഡിയോ തൊട്ട് കിടക്കണം. ആ സബ്സ്ക്രൈബർ ഞെക്കി പൊട്ടിച്ചേക്ക് തൊട്ടപ്പുറക്കാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാനിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം ഒന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് കണ്ടോ, നല്ല നൈസായിട്ട് തന്നെ തെളിയുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും.